പ്രേംകുമാർ അന്ന് വിരുന്നിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ്റെതായിട്ടുള്ള MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം നൽകി. സ്വാഭാവികമായി ഇതിന് ശക്തമായ വിമർശനം ഉയരും. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ ബോധ്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ്. പക്ഷേ അവിടം കൊണ്ടും അവസാനിപ്പിക്കാതെ അദ്ദേഹം വീണ്ടും അതിന് രാഷ്ട്രീയ വിശദീകരണവുമായി ഇറങ്ങുമ്പോൾ അതിൽ വെളിവാകുന്നത് ഒരു വല്ലാത്ത വെളുപ്പിക്കലാണോ, ഒരു വല്ലാത്ത തരം മെഴുകലാണോ? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ചർച്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് പറയുന്നത്, ഒന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, BJP സംഘപരിവാർ സംഘടനയല്ല എന്നുള്ള NK പ്രേമേന്ദ്രന്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം. MP യോ MLA യോ ആയാൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും ഇത്തരത്തിൽ സംഘപരിവാറിന് ക്ഷണം വന്നാൽ എന്നുള്ളത് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ എന്ത് ചെയ്യുന്നോ അതുപോലെ ഞാൻ ചെയ്യുമെന്ന്, K സുധാകരൻ എന്ത് ചെയ്യുന്നോ അതുപോലെ ഞാൻ ചെയ്യുമെന്നല്ല അഡ്വക്കേറ്റ് ആനന്ദ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അത്രയെങ്കിലും സന്തോഷം. ഇനി അതായത് നമ്മൾ ഈ പ്രസന്റ് ചെയ്യപ്പെടുന്നത് പോലെ NK പ്രേമേന്ദ്രൻ പറയുന്നത് പോലെ, അതായത് പാർലമെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിൽ എത്തിയതിനു ശേഷം എന്നാ വാ ക്യാൻറ്റീനിൽ പോവാ ഊണ് കഴിക്കാന്ന് വിളിച്ചു. അവിടെ പോയി ഇരുന്നു, എല്ലാവരും ഇരിക്കുമ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സംഗതി അല്ലല്ലോ. ഇത് കംപ്ലീറ്റ് പ്രീ പ്ലാൻഡ് ആണ്, പ്രീ ഷെഡ്യൂൾഡ് ആണ്. കാരണം പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ആളുകളെ അങ്ങനെയേ വിളിക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ NK പ്രേമേന്ദ്രനെ PMOയിലേക്ക് വിളിക്കുന്നു, അവിടെ നിന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറയുമ്പം അഥവാ പ്രേമേന്ദ്രൻ പറയുന്നു എന്ന് കരുതുക, ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിക്കപ്പെടും. അതുകൊണ്ട് പ്രേമേന്ദ്രന്റെ അടക്കം പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇംഗ്ലീഷിൽ വളരെ ഫേമസ് ആയ ഒരു ചൊല്ലുണ്ട്, ദർ ഇസ് നത്തിങ് ലൈക്ക് ഫ്രീ ലഞ്ച് എന്നുള്ളത്. വെറുതെ ഒരാൾക്കും ഉച്ചഭക്ഷണം കൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ടാവും. ആ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ദർ ഇസ് നത്തിങ് ലൈക്ക് ഫ്രീ ലഞ്ച് എന്നുള്ളത്. വെറുതെ ഒരാൾക്കും ഉച്ചഭക്ഷണം കൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ടാവും. ആ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് NK പ്രേമേന്ദ്രൻ. തനിക്കൊരാൾ ഫ്രീ ലഞ്ച് തരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിരിക്കും അഭിമാനികളായ ആളുകൾ, അഭിമാനികളായ രാഷ്ട്രീയ പ്രവർത്തകർ. ആ ഇസ്തിരിയിട്ട വടിവത്ത വാക്കുകളിലൂടെ സഖാവ് NK പ്രേമേന്ദ്രൻ പറയുന്നത് താൻ ഇപ്പോഴും വർഗ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് തനിക്കൊരാൾ ഊണ് തരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം, അറിഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും വിഷയം. പ്രധാനമന്ത്രി ആവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഭക്ഷണത്തിനോ എന്ത് പാർട്ടിക്കോ വിളിച്ചാൽ പോകുന്നത് നല്ലത് തന്നെയെന്ന് വിചാരിക്കുന്നു. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് NK പ്രേമേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ഇഫ്താർ വിരുന്ന് നടത്തിയ പിണറായി വിജയൻ RSSകാരെയും BJPക്കാരെയും വിളിച്ചു എന്നാണ്. RSSകാരെയും BJPക്കാരെയും വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് പോവട്ടെ, ഇഫ്താർ വിരുന്ന് എന്നാ പറയുന്നത്. ഓണസദ്യ എന്നല്ല, ക്രിസ്മസ് സദ്യ എന്നല്ല, പുതുവത്സര സദ്യ എന്നൊന്നുമല്ല. ഇഫ്താർ വിരുന്ന് എന്നാ പ്രേമേന്ദ്രൻ പറയുന്നത്. ആ വാക്കിൽ നിന്നാണ് നമ്മൾ അടുത്ത അപകടം മണക്കുന്നത്. അതിനേക്കാൾ ഭീകരമായ കമന്റ് ഞാനത് എഴുതേണ്ടേ, കഴിഞ്ഞ ഇതായിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരു UDFകാരൻ തെളിച്ചിതുവരെ പറയാത്ത, ഒരു BJPക്കാരനും പറയാത്ത ന്യായമാണ് BJP എന്നുള്ളത് സംഘപരിവാർ സംഘടനയല്ല എന്ന്. BJP അല്ലല്ലോ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്, നരേന്ദ്രമോദി അല്ലേ? നരേന്ദ്രമോദി RSS ആണോ BJP ആണോ? ഈ കാര്യത്തിൽ പ്രേമേന്ദ്രൻ എന്താ പറയാ? ഇദ്ദേഹത്തിന്റെ റൂള് പ്രകാരം RSS സംഘപരിവാർ സംഘടനയാണ്, ബജ്രംഗ് ദൾ ആണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് BJP ആണോ RSS ആണോ? ഇതിനെന്താണ് മറുപടി? BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല. കോൺഗ്രസ് പിന്നെ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. CPMന്റെയോ ഇടതുപക്ഷത്തിന്റെയോ കൂടെ വേദി പങ്കിടാൻ മഹാമോശം, പക്ഷെ BJP ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ആനന്ദ് ബോസ് പറഞ്ഞ പോലുള്ള ഡയലോഗ് അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അവർ ചാടി വീണ് ന്യായീകരിക്കുകയാണ്. അതായത് NK പ്രേമേന്ദ്രനെ പോലുള്ള 2-3 ആളുകളെ, കൃത്യമായ സാധ്യതകളുടെ 2-3 ആളുകളെ മാത്രം വിളിച്ചിട്ട് ആ ഇവന്റ് അതിഗംഭീരമായിട്ട് മോഡിയുടെ PR സ്ട്രാറ്റജിയിലൂടെ ലോകം മുഴുവൻ വിതരണം ചെയ്തതിന് ശേഷം വളരെ ഇന്നസെന്റ് ആയിട്ട് ഒന്നും മനസ്സിലാവാത്തതുപോലെ കേരളത്തെ കോൺഗ്രസ്സുകാർ ചാടി വീണ് എന്താണ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ, ഈ ചോദ്യം കേട്ടായിരിക്കും ക്യാൻറ്റീനിൽ അല്ലാതെ പിന്നെ ലൈബ്രറിയിലോ വാഷ്റൂമിലോ ഇരുന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കുക? ഉച്ചഭക്ഷണം കഴിക്കുക ക്യാൻറ്റീനിൽ തന്നെയല്ലേ? ക്യാൻറ്റീനിൽ എന്നുള്ളതല്ല, അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണ്, ഏത് സമയത്താണ് ഇത് ചെയ്തത്, ഈ ഇവന്റ് എങ്ങനെയാണ് മോദി മീഡിയ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഒന്നും മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ, അനിൽകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം അത്രയും ഇന്നസെന്റ് ആണെങ്കിൽ ഇനി
രാഷ്ട്രീയം പറയാനോ പാർലമെന്റിൽ പോകാനോ ഇദ്ദേഹം എലിജിബിൾ അല്ല. ഇനി BJP സംഘപരിവാർ സംഘടന അല്ല എന്നാണ് ബോധ്യമെങ്കിലും അദ്ദേഹം അതിന് യോഗ്യനല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെയാണ് പ്രശ്നം. കാരണം UDF അവരുടെ MP മാർക്ക് മാർക്കിടുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രഗത്ഭനായ UDF MP മാരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായിട്ടാണ് പ്രേമചന്ദ്രനെ ആ പാർട്ടിക്കകത്തെ കക്ഷി വ്യത്യാസമില്ലാതെ UDF പൊതുവിൽ വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നേരത്തെ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചോലെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഓരോ മിനിറ്റും വളരെയധികം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അല്ലാതെ വളരെ സാന്ദർഭികമായ ഒരു ക്ഷണം വന്നു എന്ന നിലയിലേക്കൊക്കെ വിശ്വസിക്കാൻ കൂടെ ആളെ കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇക്കാര്യത്തിൽ. മാത്രമല്ല അദ്ദേഹം ചോദിച്ച പോലെ ചോദ്യങ്ങൾ ബാക്കിയാണ്. അങ്ങനെ ഒരു ക്ഷണം വന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ അറിയിച്ചിരുന്നോ? UDFൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള MP മാരോട് പറഞ്ഞിരുന്നോ? അവരുമായി കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ എല്ലാം അനുമതിയോടെയാണോ? എങ്കിൽ പ്രേമേന്ദ്രൻ ധൈര്യമായി പോകൂ, ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ. ശ്രീ K മുരളീധരൻ പറഞ്ഞ പോലെ അവരുടെ വേദന കൂടി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന കൂടി പേറിയാണോ പ്രേമചന്ദ്രൻ ഈ വിരുന്നിന് പോയത്? ഇതൊക്കെ പറയേണ്ടത് അദ്ദേഹമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് പറയണം. മുന്നണിയുടെ അനുമതി വാങ്ങിയാണ് അദ്ദേഹം പോയത് എന്ന നിലയിൽ പറയേണ്ടതായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത്ര തന്നെ ദുരൂഹത ഇതിൽ പല കാര്യങ്ങളിൽ നിൽക്കുന്നു.